Xylem Learning full power line നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ് ക്ലാസ് 9 കെമിസ്ട്രിയുടെ എക്സാമിന് വേണ്ടിയിട്ടല്ലേ. അപ്പം മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. വേഗം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബൈ വാട്ട് നെയിം ദ ട്രയറ്റോമിക് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ്, അല്ലെ ഓക്സിജന്റെ ട്രയറ്റോമിക് തന്മാത്രകൾ ഏത് പേരിലാണ് അറിയപ്പെടുക മക്കളെ? O3 എന്നറിയപ്പെടുന്ന ഓസോൺ എന്ന പേരിലാണല്ലേ അവരറിയപ്പെടുക. ഇത് നോക്കിക്കേ, അന്തരീക്ഷത്തിൽ എവിടെയാണ് ഈ വാതകം കാണപ്പെടുക? എവിടെയാണ് മക്കളെ അബണ്ടന്റ് ആയിട്ട് കാണാൻ പറ്റുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ, അല്ലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞ ലെയറിലാണ് നമുക്ക് ഇവരെ ഒരുപാട് കാണാനായിട്ട് സാധിക്കുക. ഇത് നോക്കിക്കേ, ദ പ്രസൻസ് ഓഫ് ദിസ് മോളിക്യൂൾ ഈസ് ബേസിസ് ഓൺ ദ ലൈഫ് ഓൺ എർത്ത്. ഈ വാതകത്തിന്റെ സാന്നിധ്യം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണമാകുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാ ഈ ഓസോണിന്റെ ജോലി എന്താ? അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുക, അല്ലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഓസോണിന്റെ ജോലി അബ്സോർബ്സ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഭൂമിയിൽ എത്താതെ സഹായിക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവരെന്തുകൊണ്ടാണ് ബേസിസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ആയത്? എന്തുകൊണ്ടാണ് ജീവന്റെ നിലനിൽപ്പിന് കാരണമാകുന്നത്? കാരണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ ആഗിരണം ചെയ്ത് അബ്സോർബ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഓസോൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പ്രൊട്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. അതായത് വിഘടന രാസപ്രവർത്തനത്തിന് ഒരു ഉദാഹരണത്തിലൂടെ വ്യത്യാസം, അല്ലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താ മക്കളെ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി തന്നെ നോക്കാം, അല്ലെ. അതായത് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ കുറച്ച് ബേരിയം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കാൻ പോവാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? അതായത് ഇവര് പരസ്പരം അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്, അയോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്യാൻ പോവാണ്. അതായത് ബേരിയത്തിന്റെ കയ്യിലുള്ള ക്ലോറിനെ നമ്മൾ ആർക്ക് കൊടുക്കുക? ഹൈഡ്രജന് കൊടുക്കുന്നു. ഹൈഡ്രജന്റെ കയ്യിലുള്ള സൾഫേറ്റ് അയണിനെ ബേരിയത്തിനും കൊടുക്കുന്നു. ഇവിടെ നോക്കാം, ഇവിടെ ആയിട്ട് വരുന്നത് നമുക്ക് ബേരിയം സൾഫേറ്റും അതേപോലെ തന്നെ HCl ആയിരിക്കും, അല്ലെ. അപ്പൊ നോക്കിക്കേ, പരസ്പരം രണ്ടുപേരും അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അഥവാ വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ റിയാക്ട് ടു ഫോം 36 ഗ്രാം ഓഫ് വാട്ടർ, അല്ലെ 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായി ചേർന്നാൽ 36 ഗ്രാം ജലമായിട്ട് മാറുന്നു. മക്കളെ, ഇങ്ങനെ മാസ് തന്നു, ഒരു റിയാക്ഷൻ തന്നിട്ട് മാസ് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ഓർക്കണം എന്താണ് ഇവിടെയുള്ളത്? ഏത് ലോ ആണ്? ഇവിടെയുള്ള ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരിക്കും, അല്ലെ. മാസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓർക്കുക, അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അഥവാ മാസ് സംരക്ഷണ നിയമമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ ഉൽപ്പന്നത്തിന്റെ അളവ് എത്രയാ മക്കളെ? നമുക്കറിയാം, അല്ലെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ നമുക്ക് കിട്ടുന്നു വാട്ടർ, അല്ലെ. ഇവിടെയുള്ളത് ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടൻസ് അഥവാ അഭികാരങ്ങളാണ്. ഇവിടെ ഉണ്ടാവുന്ന വാട്ടർ ആണ് ഇവിടുത്തെ ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 36 ഗ്രാം വാട്ടർ ഉണ്ടായി എന്ന് പറയുന്നു. സോ വാട്ടർ ആണ് പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെയുള്ള പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നത്തിന്റെ അളവ് 36 ഗ്രാം ആണ്. ഇനി നോക്കിക്കേ, ഏത് നിയമമാണിത്? ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംരക്ഷണ നിയമം. ആന്റോയിൻ ലവോയ്സിയ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇനി സ്റ്റേറ്റ് ദ ലോ. ഈ നിയമം പ്രസ്താവിക്കുക. എന്താ നമ്മുടെ ലോ പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, അല്ലെ മാസിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടൻസിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും തുല്യമായിരിക്കും. ഒരു രാസപ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങളുടെ മാസും അഭികാരങ്ങളുടെ മാസും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ മക്കളെ, വിച്ച് ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ, അല്ലെ ഇവിടെയുള്ള റിയാക്ടൻസ് അഥവാ അഭികാരകങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇവിടെയുള്ള റിയാക്ടൻസ് ആരൊക്കെയാ? അപ്പൊ ആരാണ് ഇവിടുത്തെ റിയാക്ടൻസ്? പരസ്പരം റിയാക്ട് ചെയ്തവർ, പരസ്പരം തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് നമ്മുടെ റിയാക്ടൻസ്. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും തമ്മിലാണ് റിയാക്ട് ചെയ്യുക. സോ ഇവിടുത്തെ റിയാക്ടൻസ് എന്ന് പറയുന്നത് നൈട്രജനും അതേപോലെ തന്നെ ഹൈഡ്രജനും ആയിരിക്കും. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് വിച്ച് ആറ്റം ഈസ് ഇൻക്രീസ്ഡ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയതാർക്കാം?
നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നൈട്രജൻ്റേത് ആദ്യം 0 ആയിരുന്നു അല്ലേ, അമോണിയയിലേക്ക് മാറിയപ്പോൾ 0യിൽ നിന്ന് -3 മാറി അല്ലേ. അപ്പം നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് -3 ആയിട്ട് മാറി, അതായത് കുറയുകയാണ് ചെയ്തത്. ഇനി ഹൈഡ്രജനോ ആദ്യം 0 ആയിരുന്നു, പിന്നീട് +1 ആയി. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +1ലേക്ക് മാറി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലേ, ഹൈഡ്രജൻ ആണ്. ഇനി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. വൈ ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണെന്ന് പറയാൻ കാരണം എന്താ നോക്കിക്കേ, നമ്മുടെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ ആണ് അല്ലെ, നിരോക്സീകരണമാണ്. ഇനി ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനെ നമ്മൾ ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. ഇവിടെ റിഡക്ഷനും അതേപോലെ നമുക്ക് പറയാം, ഇവിടെ നൈട്രജൻ ഇവിടെ റെഡ്യൂസ്ഡ് ആയി, ഓക്സിജൻ ഇവിടെ ഹൈഡ്രജൻ അല്ലേ, അതായത് നൈട്രജൻ ഇവിടെ റെഡ്യൂസ്ഡ് ആയി, ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡൈസ്ഡ് ആയി. നൈട്രജന് നിരോക്സീകരണം സംഭവിച്ചു, ഹൈഡ്രജന് ഓക്സീകരണം സംഭവിച്ചു. റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടന്നാൽ, നിരോക്സീകരണം ഓക്സീകരണം ഒരുമിച്ച് നടന്നാൽ നമ്മൾ പറയും അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ്ലി നടക്കുന്നു, ഒരേപോലെ നടക്കുന്നു, അതുകൊണ്ടാണ് ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആയത്. ഇനി ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാ ഇവിടുത്തെ നിരോക്സികാരി? ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെ, അയാളാണ് നമ്മുടെ നിരോക്സികാരി. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്നത് ആരാ? ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഇനി ആരായിരിക്കും ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ റിഡക്ഷൻ നടന്നത്, ആർക്കാണോ നിരോക്സീകരണം നടന്നത്, അയാളാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. സോ ഇവിടെ റെഡ്യൂസ്ഡ് ആയത് നമ്മുടെ നൈട്രജൻ ആണ്, അതുകൊണ്ട് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റും നമ്മുടെ നൈട്രജൻ ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു അട്രാക്ട് ദ ഇലക്ട്രോൺ ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ ബോണ്ടിങ് ഈസ് നോൺ ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെ. ഒരു രാസബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ ആകർഷിക്കുവാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി മാറുക? മക്കളെ, ഇലക്ട്രോനെഗറ്റിവിറ്റി ട്രെൻഡ് ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസിന് എന്താ സംഭവിക്കുക? ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. ഇനി ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് എന്താ സംഭവിക്കുക? ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുന്നു. ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുന്നത് കൊണ്ട് ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു കേട്ടോ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. അപ്പോൾ ഓർക്കുക, ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അതിനൊക്കെ വേണ്ടി കൃത്യം 7:30 ആകുമ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവിൽ ഒരു ഫുൾ ചാപ്റ്റർ വിഷനും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ലൈവ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ടാസ്ക് അല്ലെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതായത് അയോണൈസേഷൻ എനർജി ഒരു ഗ്രൂപ്പിലും അതേപോലെ തന്നെ പീരീഡിലും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് പറയാ. അയോണീകരണ ഊർജം ഒരു ഗ്രൂപ്പും പീരീഡും എടുത്താൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുക എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. മിസ് കമൻറ്റ് നോക്കുന്നുണ്ടാവും കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതും കമൻറ്റ് ചെയ്യുക, മിസ് അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പം മറക്കണ്ട, വൈകിട്ട് കൃത്യം 7:30 കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് സൈനിങ് ഓഫ്. ബൈ.